കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ സിപിഐഎമ്മിനെതിരെ നിർണായക നീക്കവുമായി ഇഡി. ബാങ്കിൽ സിപിഐഎമ്മിന് 5 അക്കൗണ്ടുകൾ ഉണ്ട് എന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ. ഏരിയ കമ്മിറ്റിക്ക് വിവിധ ബാങ്കുകളിൽ 25 അക്കൗണ്ടുകൾ ഉണ്ട്. ഇവയൊന്നും സിപിഐഎം സമർപ്പിച്ച കണക്കുകളിൽ ഇല്ല. ഇത് ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷനും റിസർവ് ബാങ്കിനും ഇഡി കത്ത് നൽകി. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ രഞ്ജിത്ത്, രാമചന്ദ്രൻ, അനീഷ് കുമാർ, ഡാനി പോൾ എന്നിവർ ആണ് ചേരുന്നത്. രഞ്ജിത്തിലേക്ക്. രഞ്ജിത്ത്, ഏറ്റവും സുതാര്യം എന്ന് അവകാശപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് സിപിഐഎം. പ്രത്യേകിച്ച് മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒക്കെ ചർച്ചയിൽ ഉയരുന്ന ഒരു സാഹചര്യത്തിൽ മസാല ബോണ്ട് സുതാര്യമാണ് എന്ന് പറയുകയും പാർലമെന്റ് പാസാക്കി ഇലക്ട്രൽ ബോണ്ട് അഴിമതിയാണ് എന്ന് പറയുകയും അങ്ങനെ ഇലക്ട്രൽ ബോണ്ടിലൂടെ ഞങ്ങൾക്ക് പണം വേണ്ട എന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്ത രാഷ്ട്രീയ പാർട്ടിയാണ് സിപിഐഎം. ആ സിപിഐഎമ്മിന് കള്ള അക്കൗണ്ടുകൾ ഉണ്ട് എന്ന റിപ്പോർട്ടുകളാണോ ഇപ്പോൾ പുറത്തു വരുന്നത്? തീർച്ചയായും സിപിഎമ്മിനെ പ്രതിരോധത്തിലാക്കുന്നതാണ് പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് കാലത്ത് ഇഡിയുടെ പുതിയ റിപ്പോർട്ട്. ഇഡി ഇതുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും റിസർവ് ബാങ്കിനെയും സമീപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. 5 അക്കൗണ്ടുകൾ സിപിഎമ്മിന് കരുവന്നൂർ ബാങ്കിൽ ഉണ്ട് എന്നാണ് ഇഡിയുടെ കണ്ടെത്തൽ. ഇതുകൂടാതെ 25ഓളം അക്കൗണ്ടുകൾ വിവിധ സഹകരണ ബാങ്കുകളുണ്ട്. ഇതൊന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ കണക്കുകളിൽ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വിവരം ാണ് ഇഡി തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും റിസർവ് ബാങ്കിനെയും സമീപിച്ചിരിക്കുന്നത്. നമുക്കറിയാം, അഭിലാഷ്, കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വിവാദമായ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിനെ കുറിച്ച് സ്വർണ്ണക്കടത്തിനെയും പരാമർശിച്ച് BJP നേതാക്കളോട് സംസാരിച്ചത്. കരുവന്നൂർ കേസിൽ കുറ്റക്കാരായ ഒരാളെ പോലും വെറുതെ വിടില്ല എന്നാണ് ഇന്നലെ നരേന്ദ്രമോദി ഓൺലൈൻ സംവാദത്തിൽ അറിയിച്ചത്. ഇഡി പിടിച്ചെടുത്ത പണം നിക്ഷേപകർക്ക് തിരികെ നൽകും എന്ന പ്രഖ്യാപനവും പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് വളരെ പ്രധാനപ്പെട്ട നീക്കവുമായി ഇഡി മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, CPM നേതാക്കളടക്കം ഇതുമായി ബന്ധപ്പെട്ട പ്രതികളാണ്. പലരും അറസ്റ്റിലായ പശ്ചാത്തലമൊക്കെ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇഡിയുടെ നീക്കം ഒന്ന് മന്ദഗതിയിലായി എന്ന സൂചനകൾ ഉണ്ടായ പശ്ചാത്തലത്തിൽ കൂടിയാണ് നിർണായകമായ ഈ നീക്കം എന്നതുകൂടി ചേർത്ത് വായിക്കണം. ഇത് CPMനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ കണക്കുകളിൽ ഈ അക്കൗണ്ടുകൾ ഇല്ല എങ്കിൽ ഈ അക്കൗണ്ടുകളിലെ പണവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും CPMന് നൽകേണ്ടി വരും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കും. സ്വാഭാവികമായും റിസർവ് ബാങ്കും വിശദാംശങ്ങൾ തേടും. അങ്ങനെ ഏറെ നിർണായക ഒരു നീക്കത്തിലേക്ക് ഇഡി കടക്കുമ്പോൾ CPM കുറച്ചുകൂടി പ്രതിരോധത്തിലാകുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇഡി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, കഴിഞ്ഞ കുറേ മാസങ്ങളായി നമുക്കറിയാം, കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ്. നിരവധി അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്ത പശ്ചാത്തലമുണ്ട്. നിരവധി നേതാക്കൾ അറസ്റ്റിലായ സാഹചര്യമുണ്ട്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേരളത്തിൽ CPM, കോൺഗ്രസ് അടക്കം നിർണായകമായി തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണ വിഷയമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന പശ്ചാത്തലമുണ്ട്. നിരവധി നേതാക്കളുടെ പങ്ക് വ്യക്തമായ സാഹചര്യമുണ്ട്. തൃശ്ശൂരിൽ ശക്തമായ പ്രചരണ വിഷയമാണ് കരുവന്നൂറുമായി ബന്ധപ്പെട്ട കാര്യം. ഇതിനിടയിലാണ് നിർണായകമായ ഈ നീക്കം ഇവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അതായത് രഞ്ജിത്ത്, ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ ഒപ്പം അമിത്ഷായ്ക്ക് കേന്ദ്രത്തിൽ സഹകരണ വകുപ്പ് കൂടി ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിലടക്കം അമിത്ഷാ നിർണായകമായ ചില പ്രഖ്യാപനങ്ങളും നിരീക്ഷണങ്ങളും നടത്തിയിരുന്നു. ഈ സഹകരണ ബാങ്കുകളുടെ പ്രവർത്തനങ്ങൾ മോണിറ്റർ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത്. പലപ്പോഴും സഹകരണ ബാങ്കുകളെ നിയന്ത്രിക്കുന്നത് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളാണ്. അത് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുമാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. അതുകൊണ്ട് തന്നെ ആ ഘട്ടത്തിലടക്കം കേരളത്തിന്റെ സഹകരണ മേഖലയെ തകർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്ന വലിയ വിമർശനം ഉന്നയിച്ചത് CPIM ആയിരുന്നു. പാർട്ടി നേതാക്കളടക്കം രംഗത്ത് വന്നൊരു പശ്ചാത്തലമുണ്ടാകുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് പിന്നീട് കരുവന്നൂർ ഉൾപ്പെടെയുള്ള ബാങ്കുകളിലെ കണക്കുകൾ പുറത്തേക്ക് വരുന്നത്. അതാകട്ടെ പാർട്ടി അംഗങ്ങളോ അല്ലെങ്കിൽ മുൻ പാർട്ടി നേതാക്കളോ ഒക്കെ നൽകിയിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ്. മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയല്ല. ഈ സഹകരണ ബാങ്കുകളിൽ വലിയ തോതിൽ അഴിമതി നടക്കുന്നു, കള്ള ഇടപാടുകൾ നടക്കുന്നു, ഇല്ലാത്ത ഭൂമിക്ക് പണയം വായ്പ നൽകുന്നു. അത്തരം ഇടപാടുകളെ സംബന്ധിച്ച് പാർട്ടി നേതാക്കൾ തന്നെയാണ് പരാതി നൽകിയത്. പക്ഷേ അത് ബാങ്കിംഗ് മേഖലയെ തകർക്കുവാനുള്ള നീക്കമാണ് എന്നുള്ളതായിരുന്നു കോൺഗ്രസിന്റെ, CPIMന്റെ പ്രതിരോധം. അപ്പോൾ അതും സംശയത്തിന്റെ നിഴലിലാകുന്ന ഒരു സാഹചര്യമാണോ ഇപ്പോഴുള്ളത്? തീർച്ചയായും. കാരണം ഈ CPMന്റെ നിരന്തരമായ വിശദീകരണം ഇഡി, കേന്ദ്ര ഏജൻസികളുടെ കേരളത്തിലെ അല്ലെങ്കിൽ പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ഇടപെടലുകളാണെന്ന് നമുക്കറിയാം. അരവിന്ദ് കെജ്രിവാൾ വിഷയം അല്പസമയം മുമ്പ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തിയപ്പോഴും
പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത് അതാണ്. കാരണം ED-ക്കെതിരെ ശക്തമായ നിലപാടെടുത്ത സംസ്ഥാനമാണ് കേരളം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. കെജ്രിവാളിന്റെ അറസ്റ്റ് പ്രതിപക്ഷ കക്ഷികളെ നിശബ്ദരാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്ന് പറഞ്ഞു. ഇതിനെതിരെ ഡൽഹിയിൽ നടത്തിയ റാലി വൻ വിജയമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു വെച്ചതുകൂടി ഇതോടെ ചേർത്ത് വായിക്കണം. ഇതിനിടയിലാണ് ഈ ശോഭാ സുരേന്ദ്രൻ അടക്കം ഈ വിഷയത്തിൽ നിരവധി പരാമർശങ്ങൾ നടത്തിയിരുന്നത്. അവർ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ഒരു കത്ത് നൽകി CPM നേതാക്കളുടെ പങ്കുമായി ബന്ധപ്പെട്ട എന്ന വിവരങ്ങളടക്കം അവർ തന്നെ വെളിപ്പെടുത്തിയിരുന്നു. നടപടി ഉണ്ടാകും, തെരഞ്ഞെടുപ്പിന് മുൻപ് ഈ വിഷയത്തിൽ കൂടുതൽ അറസ്റ്റുകളിലേക്ക് കാര്യങ്ങൾ പോകും എന്ന് BJP നേതാക്കൾ പറയുന്നുണ്ടായിരുന്നു. 55 പേരെ പ്രതികളാക്കിയുള്ള ഒരു കുറ്റപത്രമാണ് കരുവന്നൂർ കേസിൽ ED സമർപ്പിച്ചിട്ടുള്ളത് എന്നുകൂടി നമ്മൾ ചേർത്ത് വായിക്കണം. ഇതിൽ ഭൂരിഭാഗം ആൾക്കാരും അവിടുത്തെ ജീവനക്കാരാണ്. ഇവരൊക്കെ ഈ CPM നേതാക്കളുടെ സ്വാധീനത്തിൽപ്പെട്ട് പല വിധത്തിൽ ഈ വിഷയത്തിൽ കുടുങ്ങിയതാണ് എന്നുള്ള വിശദീകരണം പ്രതികളായ പലരും മാധ്യമങ്ങളോട് പങ്കുവച്ചതൊക്കെ നമ്മൾ ചേർത്ത് വായിക്കണം. അങ്ങനെ നോക്കുമ്പോൾ CPM ഈ വിഷയം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ BJP ഈ വിഷയം കൊണ്ടുവരും. CPM പ്രതിരോധിക്കുന്നത് ED-യുടെ കേന്ദ്ര ഏജൻസികളുടെ ഒപ്പം കേന്ദ്രത്തിന്റെ സഹകരണ ബാങ്കുകളെ അടക്കം തകർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് എന്നുള്ള രീതിയിലാണ്. പക്ഷെ അതിനെ പോലും പ്രതിരോധിക്കുന്ന വിധത്തിലാണെങ്കിൽ അല്ലെങ്കിൽ അതിനപ്പുറത്തുള്ള രീതിയിലാണ് ഇപ്പോൾ ED കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ബാങ്ക് അക്കൗണ്ടുകളുടെ വിവരങ്ങളുമായി ബന്ധപ്പെട്ട് നിയമപരമായി തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും റിസർവ് ബാങ്കിനെയും സമീപിച്ച് നടപടികൾ സ്വീകരിക്കാനുള്ള ശ്രമത്തിലാണ് ED എന്നത് ഈ വിഷയത്തിന്റെ ഗൗരവം കൂട്ടുന്നുണ്ട്. കാരണം അനധികൃതമായ അക്കൗണ്ടുകൾ അല്ലെങ്കിൽ വ്യാജ അക്കൗണ്ടുകൾ എന്ന തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടാവുന്ന നിലയിലാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുകൂടി മനസ്സിലാക്കണം. അപ്പോൾ അതിന് മറുപടി CPM നൽകേണ്ടി വരും. തെരഞ്ഞെടുപ്പ് കാലമാണ്. ഏതൊക്കെ തരത്തിൽ ഈ വിഷയത്തിൽ നടപടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കും എന്നത് കാത്തിരുന്ന് കാണണം. ഒപ്പം റിസർവ് ബാങ്കും ഈ വിഷയത്തിൽ നിർണായകമായ നടപടികൾ സ്വീകരിച്ചേക്കാം. അങ്ങനെ നിർണായകമായ നീക്കങ്ങളുമായാണ് ED-യുടെ ഓരോ ചലനങ്ങളും. തീർച്ചയായും രഞ്ജിത്ത്, തെരഞ്ഞെടുപ്പ് കാലമാണ്. തെരഞ്ഞെടുപ്പ് കാലത്തിൽ ആദായ നികുതി വകുപ്പിനെ അടക്കം ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ വരിഞ്ഞു മുറുക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്ന വിമർശനം നിലനിൽക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഹർജി ഇന്ന് കോൺഗ്രസിന്റെ ഹർജി കോടതി പരിഗണിക്കാനിരിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോഴും കള്ള ഇടപാടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ അതിനെ രാഷ്ട്രീയ പകപോക്കൽ എന്ന് പറഞ്ഞുകൊണ്ട് ന്യായീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ CPM-നും സാധിക്കുമെന്ന് കരുതാനാവില്ല. ഡാനി പോളുണ്ട് കൊച്ചിയിൽ നിന്ന്. ഡാനി, ഈ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടത് കരുവന്നൂരിലെ തട്ടിപ്പ് ആയിരുന്നു. 150 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് ആ ബാങ്കിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായ കണ്ടെത്തൽ. മാത്രവുമല്ല, നിക്ഷേപകർ ഉൾപ്പെടെയുള്ളവർ തങ്ങൾക്ക് പണം തിരിച്ചു നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബാങ്കിന് മുന്നിൽ ക്യൂ നിൽക്കുന്നത് കേരളം കണ്ടതുമാണ്. അതുകൊണ്ട് തന്നെ തട്ടിപ്പൊന്നും നടന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിയാനൊന്നും ആർക്കും സാധിക്കില്ല. പക്ഷേ ഇതിൽ എടുത്തു പറയേണ്ടത് AC മൊയ്തീൻ എന്ന നേതാവാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ ഏറ്റവും സംശയത്തിന്റെ മുന്നിൽ നിൽക്കുന്ന പ്രമുഖനായ നേതാവ്. ഇതിപ്പോൾ പാർട്ടിയിലേക്ക് കൂടി വ്യാജ അക്കൗണ്ടുകൾ ഉണ്ടാക്കുന്നു. വ്യാജ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ പുറത്ത് പറയാത്ത അക്കൗണ്ടുകൾ നമുക്ക് വ്യാജം എന്ന് വിശേഷിപ്പിക്കാനാവില്ല. പക്ഷേ പുറത്ത് വെളിപ്പെടുത്താത്ത, കണക്കുകളിൽ കാണിക്കാത്ത അക്കൗണ്ടുകൾ CPM-നുണ്ട് എന്ന റിപ്പോർട്ടുകൾ ആണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത് പാർട്ടിയെ എത്രത്തോളം പ്രതിരോധത്തിലാക്കുന്ന ഒന്നാണ്. അഭിലാഷ്, കരുവന്നൂർ ബാങ്ക് വിഷയങ്ങൾ ചർച്ചയായത് മുതൽ അന്നു മുതൽ CPM-ന് തലവേദന തുടങ്ങിയതാണ്. അത് ഒട്ടും അവസാനിച്ചിട്ടില്ല. ഇടയ്ക്ക് ED-യുടെ നീക്കങ്ങൾ അല്പം മന്ദീഭവിച്ചു എന്ന് തോന്നുന്ന ഘട്ടത്തിൽ ഒരു ആശ്വാസത്തിൻ്റെ ഇടവേളകൾ ഉണ്ടാകുമെങ്കിലും പക്ഷെ പിന്നീട് അത് വലിയ തലവേദനകളിലേക്ക് വീണ്ടും എത്താറുണ്ട്. നമ്മൾ ഇതിൽ കാണേണ്ടത് CPM ജില്ലാ സെക്രട്ടറിയായ MM വർഗീസ്, തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിനെ 4 തവണയാണ് ED ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. CPM-ന്റെ ജില്ലയിലെ ഏറ്റവും വലിയ നേതാവിനെയാണ് അതിലേക്ക് ചോദ്യം ചെയ്യാൻ 4 തവണ വിളിപ്പിക്കുകയും ചെയ്തത്. AC മൊയ്തീനെ 1 തവണ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു. പിന്നീട് അത് വളരെയധികം നേരം സമയം നീണ്ടുനിന്നു. പിന്നീട് അദ്ദേഹത്തിന് നോട്ടീസ് അയച്ചെങ്കിലും പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതിന് ഹാജരാകുകയും ചെയ്തിരുന്നില്ല, നീണ്ടുപോവുകയും ചെയ്തു. പക്ഷേ തുടർന്ന് ഇങ്ങോട്ട് വലിയ രീതിയിൽ തന്നെ അന്വേഷണം നടക്കുകയും ചെയ്തു. ഇതിൽ 33 പ്രതിയായ ഈ ബാങ്കിന്റെ തന്നെ മുൻ സെക്രട്ടറി കൂടിയായ PR സുനിൽകുമാർ നൽകിയ മൊഴിയുണ്ട്. സുനിൽകുമാർ കോടതിയിൽ മാപ്പുസാക്ഷിയായി നൽകിയ മൊഴി അത് CPM-നെ അങ്ങേയറ്റം വലയ്ക്കുന്നതാണ്. CPM-നെ ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാഴ്ത്തുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ഇടപാടുകളുടെ വസ്തുതകൾ സംബന്ധിയായ കാര്യങ്ങൾ എല്ലാം തന്നെ മാപ്പുസാക്ഷി എന്ന രീതിയിൽ തന്നെ മൊഴിയായി തന്നെ നൽകിയിട്ടുള്ളതാണ്. കോടതി അത് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനമെന്നത് ഇതിൽ സമാന്തര മിനിറ്റ്സുകൾ അടക്കം സൂക്ഷിച്ചിരുന്നു എന്നതാണ്. ഈ മിനിറ്റ്സുകൾ പിന്നീട് അത് കൈമാറ്റം ചെയ്യപ്പെടുന്നു, വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോകുന്നു. അവിടെ ഇരുന്ന പല കാര്യങ്ങളും തന്നെ തയ്യാറാക്കുകയും ചെയ്തിരുന്നു.
ഒപ്പം ഇതിൽ തുക അനുവദിക്കുന്നതിന് വായ്പകൾ അനധികൃതമായ രീതിയിൽ വായ്പകൾ അനുവദിക്കുന്നതിന് നടത്തിയ കമ്മീഷൻ ഇടപാടുകൾ സംബന്ധിയായ കാര്യങ്ങൾ ഇതെല്ലാം തന്നെ ഈ മൊഴിയിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ CPM-ന്റെ പല നേതാക്കളുടെയും പേരുകളിലേക്ക് പിന്നീട് അത് ചെല്ലുകയും അന്വേഷണം ചെല്ലുകയും അടക്കം ചെയ്തിരുന്നു. CPM-ന്റെ തന്നെ നേതാവായിരുന്ന പ്രാദേശിക നേതാവായിരുന്ന അരവിന്ദ് അഗ്നി കേസിൽ പ്രതിയായി അറസ്റ്റിലുമാണ്. അങ്ങനെ വളരെ ഞാൻ ഡാനിയിലേക്ക് വളരെ പെട്ടെന്ന് മടങ്ങിയെത്താം.